PT7 തൊട്ടരികിലേക്ക് വനം വകുപ്പിന്റെ ലോറി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഇനി ലോറി PT7 കയറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് താഴ്ചയിലേക്ക് ഇറക്കി നിർത്തേണ്ടി വരും. അതിനുശേഷം ലോറിയുടെ തട്ടും ആ തറനിരപ്പും തമ്മിൽ ഏകദേശം ഒരേ നിരപ്പിലെത്തുന്ന സ്ഥലത്തേക്ക് വേണം ഇറക്കി നിർത്താൻ. അപ്പോൾ സ്വാഭാവികമായും ലോറി തറനിരപ്പിൽ നിന്ന് കുറച്ച് താഴേക്ക് മാറ്റി നിർത്തേണ്ടി വരും. അതിന് തട്ട് ഒരുക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളാവും ഇനി നടക്കുക. അതിനുശേഷം ഈ 3 കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി PT7 ലോറിയിലേക്ക് കയറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദൗത്യം. ഈ കാട്ടിലാണിപ്പോൾ ഉള്ളത്. മയക്കം വിട്ടുണർന്നാൽ ചിലപ്പോൾ ഈ സ്വഭാവം ഇപ്പോൾ കാണിക്കുന്ന ഒരു ശാന്ത സ്വഭാവമെല്ലാം മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 കുങ്കിയാനകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ കാലിലൊക്കെ വലിയ വടം കെട്ടി നിയന്ത്രിച്ചിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കുക പ്രയാസമാണ്. ആ മയക്കത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിലേക്ക് ആ മയക്കത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ ലോറിയിലേക്ക് കയറ്റുക എന്നുള്ള വലിയ ശ്രമകരമായ ദൗത്യത്തിന് മുന്നിലാണ് ഇപ്പോൾ വനം വകുപ്പ് നിൽക്കുന്നത്. നാട്ടുകാർക്ക് ഈ ആനയെ പിടികൂടിയതോടുകൂടി PT7 പിടികൂടിയതോടുകൂടി വലിയ ആശ്വാസമാണ് ഉണ്ടായെങ്കിലും വനം വകുപ്പ് ഇപ്പോഴും ഈ വനമേഖലയിൽ ഈ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയിൽ നമ്മൾ കാണുന്നത് PT7 താഴ്ത്തി ഒരുക്കിയിട്ടുണ്ട്. കുങ്കിയാനകളുടെ സഹായത്തോടെ PT7 ലോറിയിലേക്ക് തള്ളിക്കയറ്റും. മയക്കത്തിൽ നിൽക്കുന്ന ആന എങ്ങനെയായിരിക്കും വളരെ ഒരു ജോലി തന്നെയാണ്. അത് ഏതാനും നിമിഷങ്ങൾക്കും നമുക്ക് അതിന്റെ തത്സമയം സാധിക്കും. വനമേഖലയിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കോർമ വനമേഖലയിൽ റേഞ്ചിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് സ്വല്പം നേരം മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ദൃശ്യങ്ങൾ ഉടൻ തന്നെ എത്തിച്ചേരും. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻമാർ പകർത്തി ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അവിടുത്തെ റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ചെറിയൊരു തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ദൃശ്യങ്ങൾ പോലെ തന്നെ ആദ്യം തന്നെ ആ ദൃശ്യങ്ങളും എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ ഈ ആനയുടെ മുഖത്ത് നിന്ന് കറുത്ത തുണി നീക്കിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഈ ദൗത്യം തുടങ്ങിയ സമയം മുതൽ തന്നെ ഇടവേളകളില്ലാതെ ന്യൂസ് 18 ചാനലിലും അതോടൊപ്പം തന്നെ ന്യൂസ് 18 യൂട്യൂബിലും ഈ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ എന്ന് പറയാവുന്ന അസാധാരണമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിനാണ് വനം വകുപ്പ് നേതൃത്വം നൽകിയത്. ഒരു തരത്തിലും മെരുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏതു തരത്തിലായാലും അനുമോദം തുടരുന്നുണ്ടോ? കേൾക്കാമോ? പറയൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാൻ, പറഞ്ഞോളൂ അനുമോദ്. കിരൺ, നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ ഈ ദൗത്യത്തിലെ ഏറ്റവും ശ്രമകരമായ നിമിഷങ്ങൾക്കാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. PT7 കൊണ്ടുപോകാനുള്ള ലോറി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്ലാറ്റ്ഫോം താഴ്ത്തി നിലപ്പൊക്കത്തിൽ ലോറി നിർത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുങ്കിയാനകളുടെ സഹായത്തോടെ PT7 ലോറിയിലേക്ക് കയറ്റും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആന സെഡേഷനിലാണ്. വളരെ അക്രമാസക്തനായ, വളരെ ബുദ്ധിശാലിയായ, അതീവ ശക്തിശാലിയായ ഒരു ആനയാണ് PT7 എന്ന കൊമ്പൻ. സെഡേഷനിലാണെങ്കിൽ പോലും ഏത് തരത്തിൽ അത് പെരുമാറുമെന്നത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മികച്ച കുങ്കിയാനയായി കരുതുന്ന കോന്നി സുരേന്ദ്രൻ അടക്കമുള്ള ആനകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുക. അല്പസമയത്തിനകം കുങ്കിയാനകളുടെ സഹായത്തോടെ PT7 ലോറിയിലേക്ക് തള്ളിക്കയറ്റും. അല്ലെങ്കിൽ ഇത് തരത്തിലായിരിക്കും അത് പ്രതികരിക്കുന്നതെന്ന് പറയാനാവില്ല. കാരണം മയക്കത്തിലാണ് എങ്കിൽ പോലും മുഖത്തു നിന്നുള്ള കറുത്ത തുണി അതിനെ മാറ്റിയിട്ടുണ്ട്. സെഡേഷൻ അല്പം വിട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാവാം അല്പം സെഡേഷൻ വിട്ടാൽ മാത്രമേ ഈ ആനയെ ഇങ്ങനെ ലോറിയിലേക്ക് കയറ്റാൻ കഴിയുകയുള്ളൂ. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രധാന പാതയിലേക്ക് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. അത് പൂർണ്ണമായ വനത്തിനുള്ളിലൂടെയാണ്. അതിനുശേഷം നമ്മൾ രാവിലെ നിന്ന സ്ഥലത്ത് എത്തിച്ചു വേണം ഇതിനെ ധോണിയിലെ ആ കൂട്ടിലേക്ക്, ധോണി ഫോറസ്റ്റ് ഓഫീസിൽ ഒരുക്കിയിരിക്കുന്ന ആനക്കൊട്ടിലേക്ക് കൊണ്ടുപോകാൻ. അതിനു മുമ്പിൽ 2 ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ വഴി ധോണിയിലെ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലും ഈ കോർമയിലെ ഈ സ്ഥലവും തമ്മിൽ ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരം 2 വഴികളാണ് അവിടേക്കുള്ളത്. ഒന്ന് വീടുകൾക്കിടയിലൂടെ അറ്റകുറ്റപ്പണി നടക്കുന്ന താരതമ്യേന ചെറിയ ഒരു റോഡാണുള്ളത്. മറ്റൊന്ന് മുണ്ടൂരിലെ ദേശീയ കോഴിക്കോട് പാലക്കാട് ദേശീയ
ഇതുവഴി ആളുകൾക്ക് ഈ ആന കൊണ്ടുപോകുന്നത് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ ഇവിടേക്ക് ആളുകൾ വഴികൾ അപ്പൊ ഈ ആന കൊണ്ടുപോകുന്നത് വശത്തും ആളുകൾ കാത്തുകൊണ്ട് കാണുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ വീതി കുറഞ്ഞ വഴിയാണ്. ആദ്യം ഒരു 4 കിലോമീറ്ററോളം വീതി കുറഞ്ഞ വഴിയാണ് കൊണ്ടുപോകാൻ ഉള്ളത്. എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളതാണ് കാരണം ലോറിയുടെ ഉയരം ഈ ഉയരത്തിൽ പല മുട്ടുന്ന തരത്തിലുള്ള ചില്ലകളുണ്ട്, വൈദ്യുതി ലൈനുകളുണ്ട്. അതുപോലെ തന്നെ ഒരു വാഹനം തിരിയാൻ കഴിയാത്തത്ര വാഹനങ്ങളുണ്ട്. അത്തരത്തിൽ പ്രായോഗികമായിട്ട് ഈ വലിയ വാഹനത്തിൽ ഈ ഒരു കാട്ടുമുട്ട കൊണ്ടുപോകുന്നത് എങ്ങനെയാകുമെന്ന് നമുക്ക് തന്നെ അറിയേണ്ടതാണ്. സാധിക്കുന്നത് ഈ പാത കൊണ്ടുപോകുന്നത് എന്നാണ്. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ 2 ദിവസമായി ഈ മിഷന്റെ ഭാഗമായിട്ട് നമ്മോടൊപ്പം പലതവണ ജോയിൻ ചെയ്ത അതിൽ വിനോയ് ചേരുന്നുണ്ട്. വിനോയ് ഈ മിഷൻ ആദ്യം മുതൽ നമ്മളൊപ്പം നിൽക്കുന്ന ആളാണ്. കിരണിയുടെ ഈ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കാൻ സാധിക്കും. കിരൺ അവിടുന്ന് ചോദിക്കാമോ? ബിനോയ്, ഈ ദൗത്യം എങ്ങനെയായിരുന്നു, എന്തെല്ലാമായിരുന്നു നിങ്ങളുടെ പ്രധാന വെല്ലുവിളികൾ ഒന്ന് പറയാമോ? ഇവിടെ നിന്ന് നിലവിൽ സാറ്റലൈറ്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട വെല്ലുവിളി. വനത്തിനകത്തു കൂടെ നേരത്തെ ഉണ്ടായിരുന്ന കൂപ്പ് റോഡ് അടക്കമുള്ള പാതകൾ പ്രളയത്തിന്റെ ഭാഗമായിട്ടൊക്കെ തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലെ ആനയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഇപ്പൊ ആനയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കുങ്കിയാനയുടെ സഹായത്തോടുകൂടി. ഞാൻ റിപ്പോർട്ടറിലേക്ക് കൊടുക്കാം. പറഞ്ഞോളൂ. ആനയെ അനങ്ങുന്നുണ്ട്. വിചാരിക്കുന്ന ശരീരചലനങ്ങൾ, പ്രതികരണങ്ങളെല്ലാം സാധിക്കുന്നത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. യാതൊരു ശബ്ദം ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഓപ്ഷന് അല്പം ബുദ്ധിമുട്ടുമാക്കുന്ന സാധ്യത പോലും. PT7 അരികിലേക്ക് കുങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. PT7 ചെറുതായി മയക്കം വിട്ട് ഉണരുന്നുണ്ട്. ഈ ചെറിയൊരു മയക്കം വിട്ട് വരുമ്പോൾ മാത്രമാണ് ആനയെ നടത്തി ഈ ലോറിയിലേക്ക് കയറ്റാനാവുക. അത്തരമൊരു അവസ്ഥയിലേക്ക് ആന എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും PT7 അരികിലേക്ക് 3 കുങ്കിയാനകളും നീങ്ങിയിട്ടുണ്ട്. PT7ഉം ചെറിയ രീതിയിലേക്ക് മയക്കം വിട്ട് വരുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യമുള്ളത്. ഈ 3 കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി PT7നെ ലോറിയിലേക്ക് കയറ്റണം. ലോറിയിലേക്ക് കയറ്റിയാലും പല പ്രയാസങ്ങൾ മുന്നിലുണ്ട്. ലോറിയിൽ നിൽക്കുന്ന ആനയാണ്. അത്രയും ഉയരത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ആനയെ കാട്ടിൽ നിന്ന് പുറത്തെത്തിക്കേണ്ടതുണ്ട്. കാട്ടിലാവുമ്പോൾ സ്വാഭാവികമായും മരങ്ങളുടെയും എല്ലാം കൃത്യമായ ഒരു റോഡല്ല. ഇതിനുവേണ്ടി തൽക്കാലം ഒരു പാത ഒരുക്കിയതാണ് JCB ഉപയോഗിച്ച്. അതിലേക്കൂടെ പുറത്തു കൊണ്ടുവരണം. നേരത്തെ നമ്മുടെ ദൗത്യ സംഘാംഗം ബിനോയ് നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ്. ഇനിയാണ് വലിയ ദൗത്യമുള്ളത്. ആനയെ ലോറിയിൽ എത്തിച്ചാലും അതിനെ കാടിന് പുറത്തേക്ക് എത്തിക്കണം. ആ കാടിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരം ഉയരം കൂടി, അത്രയും ഉയരത്തിൽ ഒരു ലോറി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു വഴി ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രയാസങ്ങൾ വളരെ ഏറെയാണ്. പുതിയ ഒരു വഴി കണ്ടെത്തി ആ വഴിയിലേക്ക് ഈ തടസ്സങ്ങളെല്ലാം നീക്കി മുന്നോട്ട് കൊണ്ടുവരണം. ഇതിനിടയിൽ ആനയ്ക്ക് പൂർണ്ണമായും മയക്കത്തിൽ നിന്ന് മാറരുത്. ഇത്ര കാലവും സ്വന്തം ഇഷ്ടത്തിന് വിഹരിച്ചിരുന്ന ഒരു ആന, മറ്റാരുടെയും നിയന്ത്രണമില്ലാതിരുന്ന, മറ്റ് ആനക്കൂട്ടങ്ങളുടെ നിയമങ്ങൾ പോലും പാലിക്കാതെ ഒറ്റയാനായി നടന്നുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് എന്തും ചെയ്തിരുന്ന ഒരു ആനയാണ് ഇപ്പോൾ പൂർണ്ണമായും മയക്കത്തിൽ നിൽക്കുന്നത്, മറ്റാനകളുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നത്, മയക്കത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നത്. പക്ഷേ അതൊന്ന് വിട്ടുണർന്നാൽ ഏതു സമയവും ഈ ആന ഏതു രീതിയിലും പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഈ മറ്റ് കാട്ടാനകളെ പോലെയല്ല ഒറ്റയാൻ. ഏറെക്കാലമായി കാടിൻ്റെ നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആനക്കൂട്ടത്തിൻ്റെ നിയമങ്ങളോ ഒന്നും പാലിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് നടന്ന ആനയാണ്. ആ തരത്തിൽ വിഹരിച്ചിരുന്ന ഒരു ആനയാണ് ഇപ്പോൾ മയക്കത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിയന്ത്രണത്തിലേക്ക് വരുന്നത്. ആ ആനയെ വേണം ഇനി പൂർണ്ണമായും നിയന്ത്രിച്ച് ഇവിടുത്തെ ധോണിയിലെ ഫോറസ്റ്റ് ഓഫീസിലെ ആനക്കൂട്ടിലേക്ക് എത്തിച്ച് മെരുക്കിയെടുക്കാൻ, അവിടം വരെ എത്തിക്കുക എന്നുള്ളത് ഈ വനംവകുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ വെടിവെച്ച് പിടിച്ചതിനേക്കാളും വലിയ ദൗത്യം തന്നെയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് ഇത് ആശ്വാസമാണെങ്കിലും വനംവകുപ്പിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. പ്രസാദിനോ അനുമോദനോ ഒരാൾക്ക് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മളിപ്പോൾ കാണുന്നത് കുങ്കിയാനയെ PT7ന്റെ പുറകിൽ എന്തും സജ്ജമാക്കി നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുങ്കിയാനെ ഉപയോഗിച്ച്
ആനയെ തള്ളിക്കയറ്റുകയാണ്. PT7 കുങ്കിയാനെ ഉപയോഗിച്ച് തള്ളിക്കയറ്റുന്നതിന്റെ കാഴ്ചയാണ്, ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഇത്രമാത്രം കാടിനുള്ളിലാണ്. അതിന്റെ എല്ലാ അനുമോദ് പറഞ്ഞോളൂ, ദൃശ്യങ്ങൾ കൃത്യമായി എത്തുന്നില്ല, അവിടുത്തെ ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്, പിന്നാലെ ദൃശ്യം എത്തിക്കോളും. അനുമോദ, എന്താണ് നടക്കുന്നത് പറഞ്ഞോളൂ. 3 കുങ്കിയാനകളെ 3 ഭാഗത്തു നിന്നായി PT7 3 ഭാഗത്തു നിന്നായി അണിനിരത്തിയിരിക്കുകയാണ്. PT7 വശങ്ങളിലും പുറകിലുമായിട്ടാണ് ആനകളെ നിർത്തിയിരിക്കുന്നത്. PT7 കയറുവാൻ വേണ്ടി ലോറിയുടെ പ്ലാറ്റ്ഫോം താഴ്ത്തി തറനിരപ്പിൽ വെച്ചിട്ടുണ്ട്. കുങ്കിയാനെ അതെ PT7 ലോറിയിലേക്ക് കയറ്റുകയാണ്. PT7 അനുസരിക്കുന്നില്ല. PT7 മയക്കത്തിലാണെങ്കിലും വലിയ പ്രതികരിക്കുന്നില്ല, അനങ്ങുന്നില്ല. ലോറിയിലേക്ക് കയറാൻ വിസമ്മതിക്കുന്നുണ്ട്. നെറ്റികൊണ്ട് ലോറിക്കും അതിന് വശത്തുള്ള ഒരു മരത്തിനും ഇടയിൽ തല ചെരിച്ചു വെച്ച് ചെരിഞ്ഞു നിൽക്കുകയാണ്. ഒരു മരത്തിനും ലോറിക്കും ഇടയിൽ PT7 ചെരിഞ്ഞു നിൽക്കുകയാണ്. PT7 ഇപ്പോൾ കുങ്കിയാനയെ കൊണ്ട് തള്ളി കയറ്റുകയാണ്. കുങ്കിയാനയുടെ പുറകിൽ നിന്നും കുങ്കിയാന ലോറിയിലേക്ക് PT7 തള്ളി കയറ്റുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴുത്ത് ചെരിച്ച് ദേഹം ലോറിക്കും ഒരു മരത്തിനുമിടയിൽ നിർത്തി PT7 കീഴടങ്ങാൻ വിസമ്മതിച്ച് ലോറിയിലേക്ക് കയറാൻ വിസമ്മതിച്ച് നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എളുപ്പമല്ല, വളരെ ശ്രമകരമാണ്, വളരെ ശ്രമകരമാണ്. ലോറിയിലേക്ക് PT7 കയറ്റുന്നതിന്റെ കാഴ്ച ആണ് നമ്മൾ കാണുന്നത്. ലോറിയിലേക്ക് കയറാൻ PT7 പുറകിൽ നിന്നും കുങ്കിയാന സുരേന്ദ്രൻ പുറകിൽ നിന്നും ആനയെ കയറ്റുകയാണ്. ആദ്യത്തെ 2 കാര്യങ്ങൾ PT7 ലോറിയിലേക്ക് കയറുകയാണ്. അത് അവൻ താഴത്തേക്ക് വീണ്ടും ഇറങ്ങുന്നു, ആനയെ തള്ളിക്കയറ്റുന്നു. കോന്നി സുരേന്ദ്രൻ PT7 ലോറിയിലേക്ക് തള്ളിക്കയറ്റുകയാണ്. തുമ്പിക്കൈ ഉപയോഗിച്ച് തള്ളിക്കയറ്റുന്നതിന്റെ കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുന്നു, പിറകോട്ട് വീണ്ടും PT7 തനിയെ വരുന്നു. ഒരു തരത്തിലും വിട്ടുവീഴ്ചക്കില്ല, അല്ലെങ്കിൽ അനുസരിക്കുകയില്ല എന്ന നമുക്കറിയാം. ഈ കാട്ടുകൊണ്ടന്റെ പ്രകൃതം അത്തരത്തിൽ തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നു. അവൻ വീണ്ടും താഴേക്ക് തന്നെ, ഈ ലോറിയിൽ നിന്ന് താഴേക്ക് തന്നെ ഇറങ്ങാൻ ശ്രമിക്കുന്നു. വീണ്ടും തള്ളുന്നു. 3 ആളുകൾ ചേർന്നാണ് PT7 ലോറിയിലേക്ക് തള്ളിക്കയറ്റുന്നത്. കോന്നി സുരേന്ദ്രനാണ് ഇപ്പോൾ ആനയുടെ പുറകിൽ നിന്നും ലോറിയിലേക്ക് അവരെ തള്ളിക്കയറ്റുന്നത്. ഏറെ ശ്രമകരമായ ജോലിയാണ്, അതീവ ദുഷ്കരമായ ജോലിയാണ്. എത്ര പുറകിൽ നിന്ന് തള്ളിയാലും കയറുകയില്ല എന്ന വാശി എന്ന തീരുമാനത്തിലാണ് PT7. മയക്കത്തിലാണെങ്കിൽ പോലും PT7 തന്റെ പ്രതിഷേധം വടങ്ങിനിൽക്കാൻ തന്റെ സ്വഭാവം വളരെ ശ്രമകരമായ ജോലി. ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇതാണ്. ഈ വാഹനത്തിലേക്ക്, പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിലേക്ക് ആനയെ കയറ്റുക എന്നുള്ളത്. ആനയെ തിരിച്ചു നിർത്തി കഴിഞ്ഞു. ആനയുടെ ആദ്യത്തെ മുൻഭാഗം, ആദ്യത്തെ കാലുകൾ ലോറിയിലേക്ക് കയറ്റി കഴിഞ്ഞു. പക്ഷേ വീണ്ടും അവൻ താഴേക്ക് പുറകോട്ട് തന്നെ വന്നു. ഇപ്പോൾ വീണ്ടും കുങ്കിയാന PT7 പുറകിൽ നിന്നും ആനയെ ലോറിയിലേക്ക് തള്ളിക്കയറ്റുകയാണ്. ഇപ്പോൾ വലിയ ശ്രമമാണ്. 3 ആനകൾ ഒരുമിച്ചാണ് ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നത്. മയക്കത്തിലാണെങ്കിൽ പോലും PT7 തന്റെ ശൗര്യം, തന്റെ വീര്യം അത് വിടുന്നില്ല, അനുസരിക്കുന്നില്ല. തുമ്പിക്കവി ഉപയോഗിച്ച് ആന കോന്നി സുരേന്ദ്രൻ തള്ളുന്നതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കോന്നി സുരേന്ദ്രൻ തുമ്പിക്കൈ ഉപയോഗിച്ച് PT7 മുന്നോട്ട് തള്ളുന്നു. PT7 പിറകിലേക്ക് തന്നെ പോരുന്നു. തള്ളി കയറ്റിയാലും താൻ കയറാൻ സമ്മതിക്കില്ല, താൻ കയറില്ല എന്ന നിർബന്ധ ബുദ്ധി, വാശി അതുള്ളതുപോലെയാണ് PT7 നിൽക്കുന്നത്. PT7 പുറകിൽ നിന്നും തള്ളിക്കയറ്റുവാൻ കുങ്കിയാനകൾക്ക് നന്നേ പണിപ്പെടേണ്ടി വരുന്നുണ്ട്, നല്ലപോലെ ശ്രമിക്കേണ്ടി വരുന്നുണ്ട്. കുങ്കിയാനകൾ പുറകിൽ നിന്നും തള്ളുന്നുണ്ട്, പക്ഷേ PT7 കയറുന്നില്ല. നേരത്തെ ലോറിയുടെ പകുതി ഭാഗത്തോളം കയറാൻ ശ്രമിച്ചു, പക്ഷേ PT7 അതുപോലെ തന്നെ പിന്നിലേക്ക് സ്വയം തിരിച്ചു വന്നു. സെഡേഷനാണെങ്കിൽ പോലും, മയക്കത്തിലാണെങ്കിൽ പോലും PT7 നിയന്ത്രിക്കുക എളുപ്പമുള്ള കാര്യമല്ല. കുങ്കിയാനകൾ 3 പേർ ശ്രമിച്ചിട്ടും PT7 ലോറിയിലേക്ക് തള്ളിക്കയറ്റാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് അരമണിക്കൂറോളം സമയമാകുന്നുണ്ട്. എങ്കിലും ഈ ശ്രമം
തുടരുകയാണ്. എളുപ്പമല്ല, കാരണം നമുക്കറിയാം PT7 എന്ന കൊമ്പൻ 20 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. ശക്തനാണ്, ബുദ്ധിശാലിയാണ്. മനുഷ്യന്റെ എല്ലാ ശ്രമങ്ങളെയും തന്റെ ബുദ്ധി കൊണ്ട് മറികടന്ന് തന്റെ വിളവെടുക്കലും വിളവ് നശിപ്പിക്കലും സീറ്റ് നേടലും ഒക്കെ സ്വതന്ത്രമായി ചെയ്തിരുന്ന നാട്ടിൽ ഒറ്റയ്ക്ക് നടന്നിരുന്ന ശക്തമായ ഒറ്റക്കൊമ്പനാണ്. അധിക ബുദ്ധിശാലിയാണ്. ആ ബുദ്ധിശാലിയെ ആയ കൊമ്പനെ മയക്കത്തിലായിട്ട് പോലും പൂർണ്ണമായിട്ടും വരുവീരാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുങ്കിയാനകൾ 3 കുങ്കിയാനകൾ ആനയുടെ പുറകിലും വശങ്ങളിലുമായിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും പുറകിൽ നിന്നും തുമ്പിക്കൈ കൊണ്ട് ആനയെ തള്ളി നീക്കുമ്പോഴും PT7 താഴേക്ക് തനിയെ മുകളിലേക്ക് പോകാൻ മനസ്സിലെന്ന മട്ടിൽ താഴേക്ക് തന്നെ വീണ്ടും വരുന്നു. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോന്നി സുരേന്ദ്രൻ ചെവിയാട്ടിക്കൊണ്ട് PT7 തൊട്ടുപിന്നിൽ PT7 പുറകു ഭാഗത്ത് മസ്തകം അമർത്തി നിൽക്കുകയാണ്, തുമ്പിക്കൈ അമർത്തി നിൽക്കുകയാണ്. പാപ്പാന്റെ നിർദ്ദേശം ലഭിച്ചാൽ വീണ്ടും PT7 സുരേന്ദ്രൻ തള്ളിക്കയറ്റും. വശങ്ങളിലായി വിക്രമും ഭരതനും നിൽക്കുന്നുണ്ട്.